പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ. വിശുദ്ധ ദൈവമാതാവിൻ്റെ ജനന പെരുന്നാളിന് ശേഷം തേജസ്കരണ കാലത്തെ 5-ാം ഞായർ സെപ്റ്റംബർ 14 വ്യാഴാഴ്ച സ്ലീബാ പെരുന്നാളോടുകൂടി ആരാധനക്രമ വത്സരത്തിലെ 7-ാമത്തെ കാലമായ സ്ലീബാ കാലം ആരംഭിക്കുന്നു. തേജസ്കരണ കാലത്തെ അവസാനത്തെ ഞായറാഴ്ചയായ ഇന്ന് തിരുസഭ നമ്മുടെ വിചിന്തനത്തിനായി നൽകുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 18 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങളാണ്. ഒരു അധികാരി അവനോട് ചോദിച്ചു, നല്ലവനായ ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം? യേശു പറഞ്ഞു, എന്തുകൊണ്ടാണ് നീ എന്നെ നല്ലവൻ എന്ന് വിളിക്കുന്നത്? ദൈവമല്ലാതെ നല്ലവനായി മറ്റാരുമില്ല. പ്രമാണങ്ങൾ നിനക്കറിയാമല്ലോ. വ്യഭിചാരം ചെയ്യരുത്, കൊല്ലരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം നൽകരുത്, പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. അവൻ പറഞ്ഞു, ചെറുപ്പം മുതലേ ഇവയെല്ലാം ഞാൻ പാലിച്ചിട്ടുണ്ട്. അതുകേട്ട് യേശു പറഞ്ഞു, ഇനിയും നിനക്ക് ഒരു കുറവുണ്ട്. നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും. അനന്തരം വന്ന് എന്നെ അനുഗമിക്കുക. ഇത് കേട്ടപ്പോൾ അവൻ വളരെ വ്യസനിച്ചു, കാരണം അവൻ വലിയ ധനികനായിരുന്നു. യേശു അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് എത്ര ദുഷ്കരം! ധനികൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴിയിലൂടെ കടന്നു പോകുന്നതാണ്. ഇതു കേട്ടവർ ചോദിച്ചു, അങ്ങനെയെങ്കിൽ രക്ഷ പ്രാപിക്കുവാൻ ആർക്ക് കഴിയും? അവൻ പറഞ്ഞു, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. പത്രോസ് പറഞ്ഞു, ഇതാ ഞങ്ങൾ സ്വന്തമായവയെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു. യേശു പ്രതിവചിച്ചു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യത്തിനു വേണ്ടി വീടിനെയോ ഭാര്യയെയോ സഹോദരന്മാരെയോ മാതാപിതാക്കളെയോ സന്താനങ്ങളെയോ ഉപേക്ഷിച്ചവരിൽ ആർക്കും ഇക്കാലത്തു തന്നെ അവ അനേക മടങ്ങ് ലഭിക്കാതിരിക്കുകയില്ല. വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവനും. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറിക്കുമോർ. ജെറുസലേം തീർത്ഥാടകനായ യേശുവിൻ്റെ യാത്രാ വിവരണത്തിലെ അവസാന സംഭവമാണ് യേശുവും ധനികനായ അധികാരിയും തമ്മിലുള്ള സംഭാഷണം. ഈ ധനികനിൽ 3 സവിശേഷതകൾ കാണാം. 1, അധികാരമുള്ളവൻ. 2, സമ്പത്തുള്ളവൻ. 3, നിയമപാലനത്തിൻ്റെ തികവുള്ളവൻ. യേശു ധനികനിൽ കണ്ട ഒരേ ഒരു കുറവ്, ഇയാൾ ഭൗമിക സമ്പത്തിൽ ആശ്രയം വയ്ക്കുന്നു എന്നതാണ്. യേശുവിൻ്റെ ജെറുസലേം യാത്ര ദൈവരാജ്യ പ്രബോധനത്തിൻ്റെ തീർത്ഥാടനമാണ്. ലൂക്കാ സുവിശേഷം 10-ാം അധ്യായം 25 മുതൽ 37 വരെയുള്ള തിരുവചനങ്ങളിൽ നിയമജ്ഞൻ യേശുവിനെ സമീപിച്ച് ചോദിക്കുന്ന അതേ ചോദ്യമാണ് ഇവിടെ ധനികനായ അധികാരിയും യേശുവിനോട് ചോദിക്കുന്നത്. നിയമജ്ഞനും അധികാരിയും യഥാർത്ഥത്തിൽ യേശുവിൻ്റെ പ്രതിയോഗികളാണ്. നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം എന്നതാണ് ചോദ്യം. നിയമജ്ഞൻ യേശുവിനെ ഗുരു എന്ന് വിളിക്കുമ്പോൾ ധനികനായ അധികാരി യേശുവിനെ അഭിസംബോധന ചെയ്യുന്നത് നല്ലവനായ ഗുരു എന്നാണ്. നന്മയുടെ പൂർണ്ണത ദൈവമാണ്. ദൈവിക നന്മയാണ് സൃഷ്ടവസ്തുക്കളിൽ പ്രതിഫലിക്കുന്നത്. ദൈവത്തിൻ്റെ സത്തയായ നന്മയെയാണ് മനുഷ്യർ ആരാധിക്കുന്നത്. സങ്കീർത്തനം 106-ാം സങ്കീർത്തനം 1-ാം തിരുവചനം, കർത്താവിനെ സ്തുതിക്കുവീൻ, കർത്താവിന് നന്ദി പറയുവീൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു.
ജെറമിയ പ്രവാചകന്റെ പുസ്തകം 33 അധ്യായം 11 തിരുവചനം. സൈന്യങ്ങളുടെ കർത്താവിനെ സ്തുതിക്കുവീൻ, അവിടുന്ന് നല്ലവനാണ് എന്ന് പാടിക്കൊണ്ട് കർത്താവിൻ്റെ ആലയത്തിലേക്ക് കൃതജ്ഞതാ ബലി കൊണ്ടുവരുവീൻ. ദൈവത്തിൻ്റെ പേരു തന്നെ നന്മ എന്നാണ്. ഹൃദയശുദ്ധിയുള്ളവർക്കാണ് ദൈവിക നന്മ ലഭിക്കുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 5 അധ്യായം 20 തിരുവചനം. ദൈവത്തിൽ നിന്ന് നന്മ സ്വീകരിച്ചവർ വഴിതെറ്റിപ്പോയാൽ ശിക്ഷാവിധി ഉണ്ടാകും. പുതിയ നിയമത്തിൽ അഗാത്തോസ് എന്ന ഗ്രീക്ക് പദം അർത്ഥം നന്മ 107 തവണ ഉപയോഗിക്കുന്നുണ്ട്. ദൈവം നന്മയാണെന്നും മനുഷ്യൻ നന്മയിലേക്ക് വളരണമെന്നും വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുന്നു. യേശുവിൻ്റെ ഭൗമിക സാന്നിധ്യം ദൈവിക നന്മയുടെ പ്രകടനമാണ്. മിക്കാ പ്രവാചകന്റെ പുസ്തകം 6 അധ്യായം 8 തിരുവചനം. നീതി പ്രവർത്തിക്കുക, കരുണ കാണിക്കുക, ദൈവ തിരുമുൻപിൽ വിനീതനായി വ്യാപരിക്കുക, ഇതാണ് നന്മ. ഉള്ളിലെ നന്മയുടെ അനുരണനങ്ങൾ ഒരുവൻ്റെ പ്രായോഗിക ജീവിതത്തിൽ വാക്കിലും പ്രവൃത്തിയിലും പ്രതിഫലിക്കും. യേശുവിനെ ലോകത്തിൻ്റെ തിന്മയകറ്റുന്ന, അന്ധകാരമകറ്റുന്ന ഗുരുവായി പ്രതിയോഗി ധനിക അധികാരി പോലും തിരിച്ചറിയുന്നു. അതുകൊണ്ടാണ് നല്ലവനായ ഗുരു എന്ന് അവിടുത്തെ അഭിസംബോധന ചെയ്യുന്നത്. യേശുവിൻ്റെ മറുപടി ദൈവമല്ലാതെ നല്ലവൻ അഗത്തോസ് മറ്റാരുമില്ല എന്നാണ്. സൃഷ്ടി മുഴുവൻ നല്ലതെന്നു കണ്ട ദൈവം സ്വഭാവത്താലെ നല്ലവനും നന്മയുടെ പൂർണ്ണതയുമാണ്. ഒംനി ഗുഡ്നസ്. ഉടമ്പടിയിൽ വിശ്വസ്തനായി തൻ്റെ ഉടമ്പടി ജനത്തെ രക്ഷിക്കുന്ന ദൈവം നല്ലവനാണ്. തൻ്റെ ജനത്തെ വാഗ്ദത്ത ദേശത്ത് തിരിച്ചെത്താൻ ശക്തീകരിച്ച ദൈവത്തെയാണ് എസ്ര നന്മ എന്ന് ചൂണ്ടിക്കാണിക്കുന്നത്. തൻ്റെ ഉടമ്പടിയോട് വിശ്വസ്തനായി തൻ്റെ ജനത്തെ രക്ഷിക്കുന്ന ദൈവം മാത്രമാണ് നല്ലവൻ എന്നാണ് യേശു ധനികനായ അധികാരിയെ പഠിപ്പിക്കുന്നത്. നല്ലവനായ ഗുരു എന്നതിനർത്ഥം രക്ഷയുടെ വഴി പഠിപ്പിക്കുന്ന രക്ഷകനായ ഗുരു എന്നാണ്. നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം എന്ന നിയമജ്ഞൻ്റെയും ധനികനായ അധികാരിയുടെയും ചോദ്യത്തിന് പുതുമയുണ്ട്. നിത്യജീവൻ അവകാശമാക്കുക എന്ന ശൈലി പഴയ നിയമത്തിലില്ല. പുതിയ നിയമത്തിലെ സമവീക്ഷണ സുവിശേഷങ്ങളുടെ സംഭാവനയാണിത്. ദേശം കൈവശമാക്കുക, കർത്താവ് അവകാശമായിരിക്കുക എന്നാണ് പഴയ നിയമ ശൈലി. സങ്കീർത്തനം 36:18 എസ്തേറിൻ്റെ പുസ്തകം 4 അധ്യായം 7 ഹെബ്രായർക്കുള്ള ലേഖനം 9 അധ്യായം 15 തിരുവചനത്തിലും നിത്യമായ അവകാശത്തെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. നീതിനിഷ്ഠർ നിത്യജീവനിലേക്ക് ഉയർക്കുമെന്ന് ദാനിയേലിൻ്റെ പുസ്തകം 12 അധ്യായം 2 തിരുവചനം ഉറപ്പ് നൽകുന്നു. ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായും ഉയർക്കും. പഴയ നിയമ പശ്ചാത്തലത്തിൽ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. മനുഷ്യർ മർത്യരാണ്. അമർത്യതയെക്കുറിച്ചുള്ള ചിന്തകൾ അവ്യക്തമാണ്. മരണാനന്തര ജീവിതത്തെക്കുറിച്ച് യേശുവിൻ്റെ കാലത്തെ യഹൂദ വിശ്വാസത്തിൽ സാരമായ വ്യതിയാനങ്ങൾ കാണാൻ കഴിയും. ആയതിനാലും യേശുവിനെ പരീക്ഷിക്കുവാനുമാണ് പ്രതിയോഗികൾ നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം എന്ന ചോദ്യം ഉന്നയിക്കുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 26 അധ്യായം 19 തിരുവചനം. അങ്ങയുടെ മരിച്ചവർ ജീവിക്കും, അങ്ങേ അവരുടെ ശരീരം ഉയർത്തെഴുന്നേൽക്കും. സങ്കീർത്തനം 22
29, 30 തിരുവചനങ്ങൾ. ഉത്ഥാനം യാവയുടെ ഭരണത്തിൻ്റെ ഭാഗമാണ്. സങ്കീർത്തനം 16, അതുപോലെ 17-ാം അധ്യായം 15-ാം തിരുവചനം, യാവേ ജീവിക്കുന്ന ദൈവമായതുകൊണ്ട് അവിടുത്തോടുള്ള ബന്ധമാണ് അമർത്യത. 49-ാം സങ്കീർത്തനം 15-ാം തിരുവചനം, ദൈവം തൻ്റെ പ്രാണനെ പാതാളത്തിൻ്റെ പിടിയിൽ നിന്നും വീണ്ടെടുക്കും. ഉത്ഥാനത്തിലുള്ള പ്രത്യാശയാണ് രക്തസാക്ഷിത്വം. വിധി ദിവസത്തിൽ മരിച്ചവരുടെ ഉയർപ്പുണ്ടാകുമെന്ന പുതിയ നിയമം പഠിപ്പിക്കുന്നു. വിധി ദിവസത്തിൽ മരിച്ചവർക്ക് ഉയർപ്പുണ്ടാകുമെന്ന് പുതിയ നിയമം പഠിപ്പിക്കുന്നു. ക്രിസ്തീയ വിശ്വാസമനുസരിച്ച് യേശുവിൻ്റെ ഉത്ഥാനം മരിച്ചവരുടെ ഉയർപ്പ് സാധ്യമാക്കുന്നു. നീതിമാന്മാർ നിത്യജീവനായും നീതിരഹിതർ നിത്യശിക്ഷയ്ക്കായും ഉയർത്തെഴുന്നേൽക്കും. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 13, 14 തിരുവചനങ്ങൾ, നിത്യജീവനിലേക്കുള്ള മാർഗം ഇടുങ്ങിയതാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 13-ാം അധ്യായം 48-ാം തിരുവചനം, ദൈവം നിശ്ചയിച്ചിട്ടുള്ളവർക്ക് മാത്രമാണ് നിത്യജീവൻ ലഭിക്കുന്നത്. റോമാക്കാർക്കുള്ള ലേഖനം 2-ാം അധ്യായം 7-ാം തിരുവചനത്തിലും 6-ാം അധ്യായം 22, 23 തിരുവചനങ്ങളിലും നന്മ പ്രവൃത്തികൾ ചെയ്യുന്നവർക്കാണ് ദൈവം നിത്യജീവൻ നൽകുന്നത്. 1 തീമോത്തിയോസ് 1-ാം അധ്യായം 16-ാം തിരുവചനം, നിത്യജീവൻ ലഭിക്കുന്നത് വിശ്വാസത്തിലൂടെയാണ്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 25-ാം തിരുവചനം, താൻ പുനരുത്ഥാനവും ജീവനുമാണെന്നും തന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കുമെന്നും യേശു അസന്നിഗ്ധമായി പഠിപ്പിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 33 മുതൽ 58 വരെയുള്ള തിരുവചനങ്ങൾ വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള പ്രഭാഷണത്തിൽ ഉത്ഥാന അനന്തരമുള്ള നിത്യജീവിതത്തെക്കുറിച്ച് യേശു പഠിപ്പിക്കുന്നു. 1 യോഹന്നാൻ 5-ാം അധ്യായം 11-ാം തിരുവചനം, നിത്യജീവൻ്റെ പൂർണ്ണതയായ തൻ്റെ പുത്രനിലൂടെ എല്ലാ മനുഷ്യരും നിത്യജീവൻ പ്രാപിക്കുവാനാണ് ദൈവം യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചത്. എല്ലാ മനുഷ്യരും നിത്യജീവൻ പ്രാപിക്കുവാനാണ് ദൈവം യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചത്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 13-ാം തിരുവചനം, ഏക സത്യദൈവത്തെയും ദൈവം അയച്ച പുത്രനായ യേശുവിനെയും അറിയുന്നതാണ് നിത്യജീവൻ. നിത്യജീവനെക്കുറിച്ചുള്ള ചോദ്യത്തിന് നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു, നീ എന്ത് വായിക്കുന്നു എന്ന മറുചോദ്യം നിയമജ്ഞനോട് ചോദിച്ച യേശു ഇവിടെ ധനവാനായ അധികാരിയെ പ്രമാണങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. കൂടാതെ പ്രമാണ പാലനത്തിൽ മാത്രം ആശ്രയിക്കാതെ ദൈവാശ്രയ ബോധം ഉള്ളവരായിരിക്കുവാൻ ആഹ്വാനം ചെയ്യുന്നു. നിയമങ്ങൾ നല്ലതാണ്, എന്നാൽ നിയമത്തിൻ്റെ കാർക്കശ്യത്തേക്കാൾ നിയമത്തിൻ്റെ രക്ഷാകര മൂല്യത്തെക്കുറിച്ച് നാം വിചിന്തനം ചെയ്യണം. 10 പ്രമാണങ്ങളിൽ 5 എണ്ണം നിയമാവർത്തനം 5-ാം അധ്യായം 16 മുതൽ 20 വരെ പറയുന്ന ക്രമത്തിൽ യേശു ഉദ്ധരിക്കുന്നു. യേശുവിനെ സമീപിച്ച അധികാരി പ്രമാണങ്ങൾ അറിയുന്നവനും അവ ചെറുപ്പം മുതലേ കൃത്യമായി പാലിച്ചു പോന്നവനുമാണ്. നിത്യജീവൻ അവകാശമാക്കാൻ അധികാരത്തിലും ധനത്തിലും ആശ്രയിക്കാതെ ഉടമ്പടി പ്രകാരം തൻ്റെ ജനത്തെ രക്ഷിച്ച ദൈവത്തിൽ ആശ്രയിക്കണം. അധികാരവും സമ്പത്തും നിയമപാലനവുമുള്ള ധനികനായ അധികാരിയുടെ ഒരു കുറവിനെ യേശു ചൂണ്ടിക്കാണിച്ചു. ഇനിയും നിനക്ക് ഒരു കുറവുണ്ട്, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. ധനികന് ധനം ഉപേക്ഷിക്കുക ക്ലേശകരമാണ്. സ്വന്തമായതെല്ലാം ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിക്കാനാണ് യേശു ആവശ്യപ്പെടുന്നത്. ധനികനായ അധികാരിയുടെ ഇനിയുമുള്ള കുറവ്
അവൻ്റെ ഭൗമിക സ്വത്തിൽ അവൻ ആശ്രയം വയ്ക്കുന്നു എന്നതാണ്. പേര് വെളിപ്പെടുത്താത്ത ഇവിടുത്തെ ധനികനായ അധികാരി ഞാനും നിങ്ങളുമാണ്. ഭൗമിക സ്വത്ത് ദൈവത്തെ മറന്ന് സ്വരൂപിക്കുന്നവരും ദൈവാശ്രയത്തേക്കാൾ ഭൗമിക സമ്പത്തിൽ ആശ്രയിക്കുകയും ചെയ്യുന്നവരായി നമ്മുടെ ആത്മീയ ജീവിതം അധപ്പതിക്കുന്നതിന് അനുവദിക്കരുത്. യേശു സ്നേഹപൂർവം ധനികനായ അധികാരിയെ ഉപദേശിച്ചു, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അതുവഴി സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാക്കുക. ധനവും അധികാരവും നിയമവും കൈയാളുന്ന സ്ഥാനമാനങ്ങൾ യേശു ശിഷ്യത്വത്തിൻ്റെ മൂല്യങ്ങളെ ചവിട്ടിമെതിക്കുവാൻ വളരെയേറെ സാധ്യതകളുണ്ട്. അവ ക്രിസ്തു സാക്ഷിത്വത്തെ തന്നെ തുടച്ചു മായ്ക്കും. അധികാരിയെ സംബന്ധിച്ച് അധികാരവും സ്വത്തും ഉപേക്ഷിക്കുന്നത് വലിയ ത്യാഗം ആവശ്യപ്പെടുന്ന കാര്യമാണ്. സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാക്കുവാൻ ഭൗമിക ദാരിദ്ര്യം സ്വയം ഏറ്റെടുക്കുന്നവർക്ക് മാത്രമേ സുവിശേഷത്തെ ജീവിത നൈർമല്യം കൊണ്ട് സാക്ഷ്യപ്പെടുത്താനാവൂ. ഭൗമിക സമ്പത്തിൻ്റെ ഉടമ ദൈവമാണെന്നും ധനികൻ കാര്യസ്ഥനാണെന്നും നീതിപൂർവമായ സമ്പത്തിൻ്റെ ഉപയോഗം ദരിദ്രരോടുള്ള ഉപവിപ്രവൃത്തികളിൽ അധിഷ്ഠിതമാണെന്നും സമ്പത്ത് ദൈവാശ്രയ ബോധത്തിനും യേശു ശിഷ്യത്വത്തിനും വിലങ്ങുതടി ആവരുതെന്നും യേശു ധനികനായ അധികാരിയെ ഓർമ്മപ്പെടുത്തി. സുവിശേഷ പ്രഘോഷണ പ്രതിബദ്ധതയുള്ള സഭ എക്കാലത്തും ദരിദ്രയാകണം. സുവിശേഷം പ്രഘോഷിക്കപ്പെടാൻ ഓരോ ക്രിസ്തു ശിഷ്യനും അനുഗ്രഹീത ദരിദ്രനും ദാസനുമാകണം. കർത്താവിനെ തൻ്റെ ഓഹരിയാക്കാൻ അവകാശമാക്കാൻ യേശു അധികാരിയെ ഉപദേശിക്കുന്നു. കർത്താവാണ് നമ്മുടെ ഭാഗധേയം. പരിത്യക്തതയുടെ ജീവിതം കൂടാതെ കുരിശു വഹിച്ച് യേശുവിനെ അനുഗമിക്കാനാവില്ല. സ്വയം ശൂന്യവൽക്കരണത്തിൻ്റെയും പരിത്യക്തതയുടെയും ജീവിതമാണ് യഥാർത്ഥ ക്രിസ്തു ശിഷ്യന് ജന്മം നൽകുന്നത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്ന്. ജെറുസലേം തീർത്ഥാടകനായ യേശുവിൻ്റെ സഹനത്തിൻ്റെ വഴി, കുരിശിൻ്റെ വഴി ഒരുവനെ പൂർണ്ണ യേശു ശിഷ്യത്വത്തിലേക്കും പരമമായ ദൈവാശ്രയബോധത്തിലേക്കും നയിക്കും. ക്രിസ്താനുഗമനത്തിന് പുതിയ ഒരു ജീവിതശൈലി സ്വീകരിക്കുവാൻ, ദൈവത്തെ ഓഹരിയായി സ്വീകരിക്കുവാൻ, ദൈവാശ്രയ ബോധം വളർത്തുവാൻ യേശു ആവശ്യപ്പെടുന്നു. യേശു പറഞ്ഞത് കേട്ട് ധനികനായ അധികാരി വളരെ വ്യസനിച്ചു. കാരണം അയാൾ അത്യധികം ധനികനായിരുന്നു. ധനത്തിൻ്റെയും അധികാരത്തിൻ്റെയും സുഖം വിട്ടൊഴിയുക ക്ലേശകരമാണ്. അതിന് ശരിയായ ആധ്യാത്മികത ആവശ്യമാണ്. അധികാരി ദൈവത്തെക്കാൾ ഏറെ സ്വത്തിനെ സ്നേഹിച്ചു. സ്വർഗീയ നിക്ഷേപത്തെക്കാൾ ആത്മീയ നിക്ഷേപത്തെ വിലമതിച്ചു. ദൈവാശ്രയത്തെക്കാൾ ഭൗമിക സമ്പത്തിൽ ആശ്രയിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവിത വ്യഗ്രത സമ്പത്ത് സ്വരുക്കൂട്ടുന്നതിലും അധികാരം ഉറപ്പിക്കുന്നതിലുമായിരുന്നു. ഇത്തരക്കാർ സുവിശേഷ വഴിയിലെ വിലങ്ങുതടികളാണ്. ഇവിടെയാണ് യേശുവിൻ്റെ കഠിനമായ വിധി പ്രസ്താവന പുനർവിചിന്തനം ചെയ്യേണ്ടത്. ധനികൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴിയിലൂടെ കടന്നു പോകുന്നതാണ്. പലസ്തീനായിലെ ഏറ്റവും വലിയ മൃഗമായ ഒട്ടകം സൂചിക്കുഴിയിലൂടെ ചെറിയ സുഷിരത്തിലൂടെ കടന്നു പോവുക അസാധ്യമാണ്. ഒരു സമ്പന്നനും ഭൗമിക സ്വത്തുമായി സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നില്ല. ദൈവസമ്പാദ്യം
ത്വരിതപ്പെടുത്തുന്നവരുടേതാണ് സ്വർഗരാജ്യം. ക്രിസ്തു ശിഷ്യൻ്റെ യഥാർത്ഥ സമ്പത്ത് ദൈവവും നിക്ഷേപം സ്വർഗരാജ്യവുമാണ്. ക്രിസ്തീയ സമ്പത്തിനെക്കുറിച്ചുള്ള ശരിയായ വീക്ഷണം പങ്കുവയ്ക്കുന്നതാണ് ഈ ബൈബിൾ ഭാഗം. ധനിക അധികാരിയുടെ മറുപടി, അങ്ങനെയെങ്കിൽ രക്ഷ പ്രാപിക്കുവാൻ ആർക്ക് കഴിയും? മറിയം പറഞ്ഞ വാക്കുകൾ യേശു ആവർത്തിച്ചു. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. രക്ഷ ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തിയിലാണ് ധനികനും ദരിദ്രനും രക്ഷ പ്രാപിക്കുന്നത്. മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സുസാധ്യമാണ്. ദൈവാശ്രയവും യേശു ശിഷ്യത്വവും രക്ഷയ്ക്ക് നമ്മെ അവകാശിയാക്കും. വിധി ദൈവത്തിനുള്ളതാണ്. ദൈവം നീതിപൂർവം കരുണാപൂർവം വിധിക്കുന്നു എന്ന് ഈ ബൈബിൾ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. മനുഷ്യാവതാരം ചെയ്ത യേശു മനുഷ്യകുലത്തിൻ്റെ സാർവത്രിക രക്ഷകനാണ്. നിത്യജീവൻ അവകാശമാക്കുക എന്നതിനർത്ഥം രക്ഷ പ്രാപിക്കുക എന്നാണ്. സർവവും ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിക്കുന്ന ശിഷ്യത്വം ലക്ഷ്യം വയ്ക്കുന്നത് നിത്യജീവനും രക്ഷയുമാണ്. പത്രോസ് സ്വന്തമായതെല്ലാം ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിച്ച യേശു ശിഷ്യരുടെ പ്രതിനിധിയാണ്. പത്രോസ് നേതൃത്വം നൽകുന്ന യേശു ശിഷ്യ സമൂഹത്തിലേക്കാണ് ധനികനായ അധികാരിയും യേശുവിനാൽ ക്ഷണിക്കപ്പെടുന്നത്. സ്വന്തമായതെല്ലാം ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിക്കുന്നവർക്ക് എന്തു ലഭിക്കും? ഉപേക്ഷിച്ച സ്വന്തമായവ ഏതൊക്കെയാണ്? ഒന്ന്, ഭൗമിക സമ്പന്നതയെ സൂചിപ്പിക്കുന്ന വീട് അഥവാ ഭൗമിക സുരക്ഷിതത്വത്തിൻ്റെ പ്രതീകമായ വീട് അഥവാ ഭൗമിക സുഖലോലുപത. രണ്ട്, ഭാര്യ, സഹോദരങ്ങൾ, മാതാപിതാക്കൾ, സന്താനങ്ങൾ ഇവ ഭൗമിക ജീവിതത്തിൽ ഒരുവൻ്റെ ശക്തിദുർഗങ്ങളാണ്. മൂന്ന്, ഭൗമിക സമ്പത്ത് ഉപേക്ഷിക്കുന്നതും ഭൗമിക ബന്ധങ്ങൾ വേർപെടുത്തുന്നതും ദൈവരാജ്യ യാത്ര സ്വർഗത്തിൽ എത്തുന്നതിനും ദൈവത്തെ സമ്പാദിക്കുന്നതിനും നിത്യജീവൻ അവകാശപ്പെടുത്തുന്നതിനുമാണ്. സ്വർഗരാജ്യത്തെ പ്രതി ഭൗമികമായവ ഉപേക്ഷിക്കുന്നവർ ആധ്യാത്മിക വഴിയിൽ അനേകമടങ്ങ് ബന്ധങ്ങളും ദൈവസമ്പാദനവും സ്വർഗീയ നിക്ഷേപവും നിത്യജീവനും രക്ഷയും സ്വന്തമാക്കും. വരാനിരിക്കുന്ന കാലം ഉയിർപ്പിൻ്റെ യുഗം, പുനരുത്ഥാനത്തിൻ്റെയും നിത്യജീവൻ്റെയും അനുഭവം സ്വർഗരാജ്യം യഥാർത്ഥ ശിക്ഷന് സമ്മാനിക്കും. ദൈവവുമായുള്ള സമ്പൂർണ്ണ ഐക്യത്തിന് പരിപൂർണ മുക്തി നേടണം. ദൈവാശ്രയ ബോധം ശക്തിപ്പെടുന്നത് സ്വന്തമായവയെല്ലാം ഉപേക്ഷിക്കുമ്പോഴാണ്. കടന്നു വരുന്ന ശ്രീബാക്കാലം പരിത്യക്തതയുടെയും സ്വയം ശൂന്യവൽക്കരണത്തിൻ്റെയും ആത്മീയ യാത്രയിൽ കുരിശെടുത്ത് യേശുവിനെ അനുഗമിക്കുവാൻ നമ്മെ ശക്തരാക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ.